ചില ആളുകളെ കണ്ടാൽ അവർ ഈ ലോകത്ത് ഫിസിക്കലി ഉണ്ടെന്ന് തോന്നും, പക്ഷെ മെൻ്റലി അവർ കംപ്ലീറ്റ്ലി വേറെ ഡൈമെൻഷനിൽ ജീവിക്കുന്നവരാണ്. ആളുകൾ ഫണ്ണായി കാണും, വിയേർഡായി കാണും, മിസ്റ്റീരിയസ് ആയി കാണും, പക്ഷെ അവരുടെ മനസ്സ് എത്ര ഡീപ്പാണെന്ന് ആരും മനസ്സിലാക്കില്ല. അതാണ് ചതയ നക്ഷത്രം. ചതയ നക്ഷത്രക്കാർക്ക് ഇൻഡിവിജ്വാലിറ്റി വളരെ സ്ട്രോങ് ആണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെ താല്പര്യം. ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നത് ഫോളോ ചെയ്യാൻ ഇഷ്ടമേ ഉണ്ടാവില്ല. ഡിഫറെൻ്റ് ആയിട്ട് എന്തായാലും ചിന്തിക്കും. പുറത്ത് കാമാണ്, ഫ്രണ്ട്ലിയാണ്, ഡിറ്റാച്ച്ഡ് വൈബാണ്, അടുക്കാത്ത സ്വഭാവമാണെന്ന് തോന്നും. പക്ഷെ ഉള്ളിലോ ഇടിവെട്ടണ പോലെ ചിന്താഗതിയാണ്. നിങ്ങൾക്ക് ടെക്നോളജി, സൈക്കോളജി, മിസ്റ്ററി, സൈലൻസ്, ഫ്യൂച്ചറിലെ കൺസെപ്റ്റ് ഇതൊക്കെ നാച്ചുറലി അട്രാക്റ്റ് ചെയ്യും. ചതയ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്നറിയോ? വിഷനാണ്. ആരും കാണാത്ത ഫ്യൂച്ചർ പോസിബിലിറ്റി ഇമാജിൻ ചെയ്യുക. അതായത് ഭാവിയിലുള്ള വരാൻ പോകുന്ന പോസിബിലിറ്റീസൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ഡേഞ്ചറസ് ലെവലിൽ സ്ട്രോങ് ആയിരിക്കും. അതായത് ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എന്തായാലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകും. നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ വെച്ചാൽ ഇമോഷണൽ ഡിസ്കണക്ഷനാണ്. നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാകില്ല എന്നല്ല, പക്ഷേ അത് എങ്ങനെ ഫീലിങ്സ് കാട്ടണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ കോൾഡാണെന്ന് തെറ്റിദ്ധരിക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ റിയൽ ഇമോഷൻ കണക്ഷൻ വളരെ കുറവാണ്. നിങ്ങൾക്ക് സീക്രറ്റ്ലി ആയിട്ട് ഒരു എസ്കേപ്പ് ഫീലിംഗ് ഉണ്ടാവാം. നിങ്ങൾ ജീവിതത്തിൽ എനിക്ക് പോരാ എന്നൊരു തോട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. മെയ് മാസം ചതയ നക്ഷത്രക്കാർക്ക് മെൻ്റലി കുറച്ച് കാറ്റിക് ആയിരുന്നു. അതായത് കരിയറിലൊരു അൺസർട്ടനിറ്റി, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡിസ്റ്റൻസ്, റിലേഷൻഷിപ്പിലൊരു കൺഫ്യൂഷൻ, സ്ലീപ്പിൽ കുറച്ച് ഇംബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്ത് നോർമൽ ആക്ടിങ് ചെയ്താലും ഉള്ളിൽ മൈൻഡ് നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്തിരുന്നു. ചിലർക്ക് സോഷ്യൽ വിഡ്രോവൽ ഫീൽ ചെയ്തിരിക്കാം, ചിലർക്ക് സഡൻ ഐസൊലേഷൻ വേണമെന്ന് തോന്നിയിരിക്കാം. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ജൂൺ മാസം ചതയ നക്ഷത്രക്കാർക്ക് ഒരു അവൈക്കിങ് മന്ത് തന്നെയാണ്. കരിയർ സൈഡിൽ ഒരു വിചാരിക്കാത്ത അൺകൺവെൻഷണൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാം. ടെക്നോളജി, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, റിസർച്ച്, ക്രിയേറ്റീവ് ഇന്നോവേഷൻ ഇവയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആളുകൾ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള ചിന്താഗതി എന്തായാലും നോട്ടീസ് ചെയ്യും. പക്ഷേ കൺസിസ്റ്റൻസി പ്രശ്നമാകാം. നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴും വർക്ക് ചെയ്യണ ഒരാളാണെങ്കിൽ അവർക്ക് മെൻ്റലി എന്തായാലും ഡൗൺ ആവും. മതി എന്നുള്ളൊരു വിചാരം എപ്പോഴും ഉണ്ടാവും. റിലേഷൻഷിപ്പ് സൈഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നും, പക്ഷേ ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നും കൂടി നിങ്ങൾക്ക് തോന്നും. സിംഗിളായവർക്ക് മെൻ്റലി ഒരു സ്റ്റിമുലേറ്റിംഗ് കണക്ഷൻ വേണമെന്ന് തോന്നും. കമ്മിറ്റഡ് ആയവർക്ക് ഇമോഷണൽ ഡിസ്റ്റൻസ് ഇഷ്യൂ നന്നായിട്ട് ഉണ്ട്. പാർട്ട്ണർ ഇമോഷണൽ അറ്റൻഷൻ ചോദിച്ച മൈൻഡ് ഷട്ട് ഡൗൺ എന്തായാലും ആകും. പക്ഷേ ഒറ്റയ്ക്കായാൽ സെയിം കണക്ഷൻ മിസ് ചെയ്യും. സാമ്പത്തികം കുറച്ച് അൺപ്രഡിക്റ്റബിളാണ്. പെട്ടെന്ന് തന്നെ ഉയർച്ച സമ്പത്ത് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം പോയി കിട്ടാനും സാധ്യതയുണ്ട്. ഓൺലൈൻ വർക്കോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഐഡിയയിലോ ഉണ്ടാവണ ഒരു പൈസ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കെയർലെസ് ആണ് സാമ്പത്തിൻ്റെ കാര്യത്തിൽ. പെട്ടെന്ന് എല്ലാം എടുത്ത് ചിലവാക്കും. അങ്ങനെ ചിലവാക്കരുത്. അങ്ങനെ ആരുടെ ആഗ്രഹങ്ങൾ ജൂൺ മാസത്തിൽ സാധിപ്പിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സാധനവും വാങ്ങാതെ ഒരു കുറച്ച് ബേസിക് നീഡ്സ് മാത്രം വാങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത്. ബാക്കി ഒന്നും നിങ്ങൾ ജൂൺ മാസത്തിൽ വാങ്ങരുത്. ജൂൺ മാസത്തിൽ ഞാൻ ഒറ്റപ്പെടുമോ അതോ പുതിയ കണക്ഷൻ ഉണ്ടാക്കണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. ഒരു സൈഡ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള തോന്നലും, വേറൊരു സൈഡിൽ എനിക്ക് എന്നെ ആരെങ്കിലും റിയലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊരു വിചാരം ഉണ്ടാവും. ചതയ നക്ഷത്രക്കാർക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പേടിയുണ്ട്. ഞാൻ ഈ സൊസൈറ്റിയിൽ ഫിറ്റ് ആകുന്നില്ല, അതായത് സമൂഹത്തിൽ ഞാൻ എന്താ ഫിറ്റ് ആവുന്നില്ല എന്നൊരു വിചാരം ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ പുറത്ത് കാണിക്കില്ല. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കും, പക്ഷേ മനസ്സ് എപ്പോഴും ഭാവിയിലായിരിക്കും. പുറത്ത് സൈലൻസ്, ഉള്ളിൽ വലിയൊരു യൂണിവേഴ്സാണ്. അതാണ് ചതയ നക്ഷത്രം.